വേണ്ട മോളെ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഉമ്മ, അനസക്കാനെ ഞാൻ നാത്തൂന്റെ ഭർത്താവായിട്ടല്ലോ സ്വന്തം കാക്കാനെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ. മിന്നുമോൾ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോനെങ്ങാനും ഇതറിഞ്ഞാൽ ശംലയുടെ ജീവിതല്ലേ മോളെ തകരുക. അവനിതൊന്നും സഹിക്കാൻ കഴിയില്ല. എന്റെ മോനെ എനിക്കറിയില്ലേ. മുത്തുക്കാക്കാനെ അറിയിക്കാതിരുന്ന? വേണ്ട മോളെ, വേണ്ട. അവനൊരെടുത്തുചാട്ടക്കാരനാണ്. അവനെങ്കിലും അവിടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. എന്താ മുത്തനൊരു വിഷമം പോലെ? ഒന്നുമില്ല മുത്തേ. മുത്ത മധുരമൊന്നും കഴിക്കുന്നില്ലല്ലോ. ഫുൾ കൺട്രോൾ അല്ലേ? ഹലോ ഹലോ, അജയ് അല്ലേ? അല്ലല്ലോ, റോങ് നമ്പർ. ഹലോ, പിന്നെ എവിടെയാ സ്ഥലം? നിങ്ങൾ ഉദ്ദേശിച്ച നമ്പർ അല്ലെന്ന് പറഞ്ഞില്ലേ? ശരി, ഏത് ജില്ലയാണെന്നെങ്കിലും പറഞ്ഞൂടെ? മലപ്പുറം. ഈശ്വര, ഇത്ര ദൂരേക്കാണ് കോൾ പോയത്. സോറി കേട്ടോ. എത്ര ദൂരത്തിന് നമ്മൾ സംസാരിക്കുന്നറിയാമോ? ഒന്ന് പരിചയപ്പെടുന്നതുകൊണ്ട് വിരോധമുണ്ടോ? സ്ഥലവും പേരും ഒന്നും പറയണമെന്നില്ല. ബാക്കിയൊക്കെ സത്യം പറയണം. എന്തിനാ അങ്ങനെയൊക്കെ? ഒന്നിനുമല്ല, ഒരിക്കലും കാണാതെ വിദൂരതയിലിരുന്നൊരു സൗഹൃദം. എനിക്കൊരു ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്, ധാരാളം സുഹൃത്തുക്കളും ഉണ്ട്. അങ്ങനെ ഒരു സൗഹൃദം എനിക്ക് വേണമെന്നില്ല. ശരി, ഞാൻ ഇയാളെ വിളിച്ച് ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല. ഫ്രീ ആകുമ്പോൾ മിസ് കോൾ ചെയ്താൽ ഞാൻ വിളിക്കാം. ഇല്ലെങ്കിൽ ഒരിക്കലും വിളിക്കുകയില്ല. അജി തിരക്കിലാണോ? ഡോക്ടർ കോള് വെയിറ്റ് ചെയ്യാണ്. രാത്രി വിളിക്കാം കേട്ടോ. നിന്റെ കഴുത്തിലും മാച്ചോട്ടെ. ഇതിനുവേണ്ടി മാത്രമാണല്ലോ വിളിക്കുന്നത്? ഒരിക്കലുമല്ല. എനിക്ക് നിന്നോട് എല്ലാം പറയാൻ കഴിയുന്നുണ്ട്. എന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും വികാരങ്ങളും എല്ലാം. ഇനി എനിക്ക് നിന്നെ പിരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വയ്യ. എനിക്ക് നിനക്കറിയില്ല ഞാൻ എന്തുമാത്രം നിന്നെ. എനിക്കും വയ്യ. എന്തൊരു ആശ്വാസമാണെന്ന് അറിയോ നീ എനിക്ക്? നിന്റെ ശബ്ദം ഒരു ദിവസം കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക്. പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ട്, ഭർത്താവുണ്ട്, സമൂഹം. ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. നിന്റെ കുഞ്ഞിനെ ആരെയും ഉമ്മച്ചി വിളിക്കുന്നേ? മോളെ ഉപ്പയാണ്. അല്ല, ഉപ്പയോട് എന്തിനാ എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് പറയണേ? ഇഷ്ടാന്ന് പറയണേ? വേണ്ട ഉമ്മച്ചി, ആരെയും വിളിക്കണ്ട. കരയണ്ട, ഉമ്മച്ചി നാളെ ജാം വാങ്ങിച്ചു തരാട്ടോ.